മനമറിഞ്ഞു വിളിച്ചാല് വിളി കേൾക്കുന്ന അമ്മ. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മാനയിലെ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിലെ കാട്ടിൽമേക്കത്തിലെ ക്ഷേത്രത്തിലാണ് അമ്മയുള്ളത്. ഭദ്രകാളിയമ്മയുടെ രൂപത്തിലാണ് ദേവി തന്റെ ഭക്തർക്ക് ദർശനം നൽകുന്നത്. അമ്മയുടെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞു ക്ഷേത്രമുറ്റത്തെ ആൽമരത്തില് ഭക്തജനങ്ങള് കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ്. ആ മണികിലൊക്കും ദേവിയുടെ അടുക്കല് ചെന്നെത്തുമെന്നാണ് വിശ്വാസം. കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തില് നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാല് ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം. മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത്. അതിൽ കാട്ടിൽപ്പെടീറ്റ എന്ന കുടുംബമാണ് ദേവി ചൈതന്യം ചമ്പക്കുളത്ത് നിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം. ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ടു തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കെടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത്. കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണര് അത്ഭുതമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി 3 പനകളും 2 കുളങ്ങളും ഉണ്ടായിരുന്നു. ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ്. അതിന്റെ പിന്തുടർച്ചയെന്നോണം ഇപ്പോഴും 5 കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം. അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങള് അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക. ഇതുമൊരു അനുഗ്രഹമായാണ് ഭക്തര് കരുതുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യമായി വളരെയധികം ബന്ധമുള്ളതാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ ആദിമഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽമേക്കതിലെ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ഓരോ ദിവസവും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ ആളുകൾ എത്തുന്നു. അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ് കാണുന്നത്. അവരുടെ മോഹങ്ങളുടെ മണിക്കിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടമാകെ തങ്ങി നിൽക്കുന്നു എന്നാണ് വിശ്വാസം.